ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നന്ദിനി പത്മയുടെ മടിയിൽ കിടക്കുകയാണ്. ആ സമയത്ത് പത്മ നന്ദിനിയോട് പറയണ, മോളെ നിന്നെ ഞാൻ ഒരിക്കലും വിഷമിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നന്ദിനിയെ ഒരുപാട് സ്നേഹിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് നന്ദിനിയെ ഈ സ്നേഹിക്കുന്നതും എല്ലാം തന്നെ രാജുവേട്ടൻ സ്വപ്നം കാണുകയാണ്. അങ്ങനെ രാജുവേട്ടൻ സ്വപ്നത്തിൽ നിന്ന് എണീക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം ഓർത്ത് രാജുവേട്ടൻ പൊട്ടിച്ചിരിക്കുകയാണ്. അത് കണ്ടും കൊണ്ടാണ് നന്ദിനി വരുന്നത്. അപ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, എന്താ രാജുവേട്ടൻ ഇങ്ങനെ ചിരിക്കുന്നത്? അപ്പോൾ രാജുവേട്ടൻ ഉണ്ടായ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ്. രാജുവേട്ടൻ കണ്ട സ്വപ്നത്തെക്കുറിച്ച് നന്ദിനിയോട് പറഞ്ഞു കൊടുക്കുകയാണ്. പത്മ ഭക്ഷണം ഉണ്ടാക്കിയതും പത്മ നന്ദിനിക്ക് ഭക്ഷണം വാരിക്കൊടുത്തതും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് അങ്ങ് പറഞ്ഞു കൊടുക്കുകയാണ് കേട്ടോ. അത് കേൾക്കുന്ന നന്ദിനിക്ക് ഒരുപാട് സന്തോഷമാവാണ്. എന്നിട്ട് നന്ദിനി പൊട്ടിച്ചിരിക്കുകയാണ് കേട്ടോ ഈ കഥ കേട്ടിട്ട്. എന്നിട്ട് പറയണേ, രാജുവേട്ടനെ കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു സ്വപ്നം കാണാൻ കഴിയും. എന്തായാലും ഈ കഥ പോയിട്ട് ഈ സ്വപ്നം കണ്ട കഥ പത്മ മേഡത്തിനോടൊന്ന് പറഞ്ഞു കൊടുത്തേക്ക്, എന്നാൽ പിന്നെ ഇതിലും സൂപ്പർ ആയിരിക്കും. അത് കേട്ടപ്പോൾ രാജു പെട്ടെന്ന് അയ്യോ എന്നങ്ങ് പറയാണ്. എന്നിട്ട് രണ്ടുപേരും കൂടി സ്വപ്നത്തെക്കുറിച്ച് പറഞ്ഞ ആ കഥ കേട്ട് രണ്ടുപേരും പൊട്ടിച്ചിരിക്കുകയാണ്. പിന്നീട് സൂര്യവിഷമത്തോടു കൂടി വീട്ടിലേക്ക് വരിക കേട്ടോ. ആ സമയത്ത് നന്ദിനി താനൂരമ്മയുടെ ഫോട്ടോയുടെ അവിടെ പോയിരുന്ന് സങ്കടത്തോടു കൂടി പ്രാർത്ഥിച്ച ശേഷം വിഷമിച്ചു ഇങ്ങനെ നിൽക്കുമ്പോഴാണ് സൂര്യ അവിടേക്ക് ചെല്ലുന്നത്. എന്നിട്ട് സൂര്യ പറയണ, നന്ദിനി എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ നന്ദിനി ചോദിക്കുകയാണ്, എല്ലാവരും കൈവിട്ടുല്ലേ സാർ? അപ്പോൾ സൂര്യ പറയണ, നിയമത്തിൻ്റെ മാർഗത്തിലൂടെ പോകുമ്പോൾ ആ നിയമം നമ്മളും കൂടി പാലിക്കണമല്ലോ. അവർക്കറിയില്ലല്ലോ ഇന്ദ്രദാസ് പാവമാണെന്നുള്ളതും നല്ല മനുഷ്യനാണെന്നുള്ളതും ഇതുവരെയും നല്ല കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എന്നൊന്നും അവർക്കറിയില്ലല്ലോ. അപ്പോൾ നന്ദിനി പറയണ, അല്ല അപ്പോൾ സാറിന് ഇനി എപ്പോഴാണ് ജാമ്യം കിട്ടുക? നാളെ മുതൽ വീണ്ടും ജാമ്യത്തിന് ശ്രമിക്കാം, പക്ഷേ ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഒന്ന് പുറത്തു പോവുകയാണെന്ന് പറയുമ്പോൾ നന്ദിനിക്ക് ഇനി സൂര്യ കള്ള് കുടിക്കാൻ പോവുകയാണോ എന്നുള്ളൊരു സംശയം വരും കേട്ടോ. അപ്പോൾ സൂര്യ പറയണ, ഞാൻ കള്ള് കുടിക്കാനൊന്നുമല്ല പോകുന്നത്, സബ് ജയിലിൽ ജോലി ചെയ്യുന്ന ഒരാളെ കാണാൻ വേണ്ടിയാണ്. അച്ഛൻ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ, അതിനുവേണ്ടി അദ്ദേഹത്തെ കണ്ട് സംസാരിക്കാനാണ് ഞാൻ പോകുന്നത്. അച്ഛനോടൊപ്പം അയാൾ കൂടി ഇരിക്കുകയാണെങ്കിൽ അച്ഛൻ അതൊരു ആശ്വാസമാവുമല്ലോ, അതിനു വേണ്ടിയാണെന്ന് പറഞ്ഞു പോവാണ് കേട്ടോ. അപ്പോൾ സൂര്യ പറയാണ്, ഇനിയിപ്പോൾ ഏതായാലും നന്ദിനി നീ താഴേക്ക് പോവണ്ട, ഇനിയും നിന്നെ കണ്ട ഓരോന്ന് പറയും, അതുകൊണ്ട് നീ താഴേക്ക് പോവണ്ട എന്നൊക്കെ പറഞ്ഞ ശേഷമാണ് സൂര്യ പോകുന്നത്. അങ്ങനെ സൂര്യ താഴേക്ക് ഇറങ്ങി ചെല്ലുന്ന സമയത്ത് രഞ്ജിത്ത് ഇരുന്ന് ന്യൂസ് കാണുകയാണ്. അപ്പോൾ രഞ്ജിത്താണെങ്കിലോ ഹിമയെ കത്തിച്ചതിൻ്റെ വല്ല ന്യൂസും വരുന്നുണ്ടോ എന്നുള്ളത് കേൾക്കാൻ വേണ്ടിയാണ് കേട്ടോ ധൃതി പിടിച്ച് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൂര്യ രഞ്ജിത്തിനെ ഒന്ന് നോക്കുകയാണ്, ഇവനിപ്പോൾ എന്താ പതിവില്ലാതെ ഒരു ന്യൂസ് കാണുന്നത് എന്നുള്ള ഭാവത്തിലിട്ടോ. അങ്ങനെ സൂര്യ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കാറിൽ കയറാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ഹിമയുടെ അച്ഛനും അമ്മയും കൂടി ഓട്ടോയിൽ വന്ന് ഇറങ്ങുന്നത്. അപ്പോൾ ഇവരാരാണ്? പതിവില്ലാത്ത ആളുകളാണല്ലോ, ഇവരെന്താ ഇവിടെ എന്നുള്ള ഭാവത്തിലാണ് സൂര്യ നോക്കുന്നത്. അങ്ങനെ അവരോട് ചോദിക്കുകയാണ്, നിങ്ങൾ ആരാണെന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഹിമയുടെ അച്ഛനും അമ്മയുമാണ്. ഹിമ ഇന്നലത്തെ ഇവിടുത്തെ ഫംഗ്ഷൻ കഴിഞ്ഞ് ഇതുവരെയും വീട്ടിൽ തിരിച്ചെത്തിയിട്ടില്ല. ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ വേദയെ വിളിച്ചിരുന്നു. ഹിമ ഇതുവരെയും വീട്ടിൽ തിരിച്ചെത്തത് കൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലിരിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് വേദയെ കണ്ട് സംസാരിക്കാൻ ഞങ്ങളിപ്പോൾ ഇവിടേക്ക് വന്നത്. ഞങ്ങളുടെ ഫ്രണ്ട്സുകളെയൊക്കെ വിളിച്ചു ചോദിച്ചു, അവിടെയൊന്നും ഹിമ ചെന്നിട്ടില്ല. പിന്നെ ഞങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലേക്കും വിളിച്ചു, പക്ഷേ അവിടെയൊന്നും ഹിമ ചെന്നിട്ടില്ല. കേട്ടപ്പോൾ സൂര്യ പറയണ, ഇത്രയും നേരമായിട്ടും ഹിമ നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചെത്തിയില്ലേ? ഇത്രയും നേരമായിട്ടും വരാത്ത സ്ഥിതിക്ക് നിങ്ങൾക്ക് പോലീസിലൊന്ന് കംപ്ലൈൻറ്റ് കൊടുക്കാമായിരുന്നില്ലേ? അപ്പോൾ ഹിമയുടെ അച്ഛൻ പറയണ, ചെയ്യണം, ഞങ്ങൾ ആദ്യം ഇവിടെ കൂടി ഒന്ന് അന്വേഷിച്ചിട്ട് ചെയ്യാമെന്ന് കരുതിയാണ്. എന്നിട്ട് സൂര്യ പറയണ, ക്ഷമിക്കണം അങ്കിൾ, ഞങ്ങളും ഇവിടെ ചില പ്രശ്നത്തിലാണ്, അതുകൊണ്ടാണ് ഹിമയുടെ കാര്യത്തിലൊന്നും ഞങ്ങളധികം ശ്രദ്ധയില്ലാതിരുന്നത്, അത് ഞങ്ങൾ അറിഞ്ഞു. എന്തായാലും മോളെ ഒന്ന് വിളിക്കാമോ എന്ന് ചോദിക്കാട്ടോ. അങ്ങനെ സൂര്യ അവരെയും കൂട്ടി അകത്തേക്ക് ചെല്ലണം. എന്നിട്ട് വേദയെ വിളിക്കുകയാണ്. ആ സമയത്ത് രഞ്ജിത്ത് ന്യൂസ് കാണുകയാണ്. പെട്ടെന്ന് ഇവരെ കണ്ടപ്പോൾ രഞ്ജിത്ത് അങ്ങ് എണീറ്റ് നിൽക്കുക കേട്ടോ. അപ്പോൾ സൂര്യ പറയണേ, രഞ്ജിത്ത് അവിടെ ഇരുന്നോ എന്ന് പറയണേ. എന്നിട്ട് ഹിമയുടെ അച്ഛനോടും അമ്മയോടും സൂര്യ അവിടെ ഇരിക്കാൻ പറയണേ. അപ്പോഴത്തേക്കും വേദ താഴേക്ക് ഇറങ്ങി വരികയാണ്. അപ്പോൾ നന്ദിനി സൂര്യയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ, അല്ല കഴിഞ്ഞ ദിവസം വേദയെ ഒരുക്കാൻ വേണ്ടി ഒരു പെൺകുട്ടി വന്നിരുന്നില്ലേ ഹിമ, അവളുടെ അച്ഛനും അമ്മയാണ് എന്ന് പറഞ്ഞത് കേട്ടപ്പോൾ രഞ്ജിത്ത് ഒരു പരുങ്ങലോട് കൂടിയാണ് കേട്ടോ അവരെ നോക്കുന്നത്. വേദയോടൊപ്പം പത്മയും ഇന്ദ്രജയും കൂടി താഴേക്ക് വരികയാണ്. എന്നിട്ട് വേദയോട് കാര്യങ്ങൾ ചോദിച്ചറിയട്ടെ. അപ്പോൾ വേദ പറയണേ, ഇതുവരെയും തിരിച്ചെത്തിയില്ലേ ഹിമ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോളെ, ഇതുവരെയും എത്തിയിട്ടില്ല. ഇനിയിപ്പോൾ നിനക്ക് ഞങ്ങൾ അറിയാത്ത എന്തെങ്കിലും ഹിമയെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, അവളെന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്ദ്രജ ചോദിക്കണം, അല്ല അവൾക്ക് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ ഇല്ല, അവൾക്ക് അങ്ങനെയൊന്നുമില്ല, അവളൊരു പാവമാണ്. പിന്നെ ഞങ്ങളിൽ നിന്നും ഒന്നും അവൾ ഇതുവരെയും മറച്ചു വെച്ചിട്ടില്ല. അഥവാ അവൾ വീട്ടിലേക്ക് വരാൻ വൈകിയിട്ടുണ്ടെങ്കിൽ തന്നെ അവൾ വിളിച്ചു പറയാറുണ്ട്. എവിടേക്കെങ്കിലും പോകുമ്പോഴും അവൾ വിളിച്ചു പറയാറുണ്ട്. ഇതിപ്പോൾ എന്താണ് എൻ്റെ മോൾക്ക് സംഭവിച്ചത് എന്ന് അറിയില്ല. അതിനെക്കുറിച്ച് ചോദിക്കാനാണ് മോളെ ഞങ്ങളിപ്പോൾ
ഇപ്പോൾ ഇവിടേക്ക് വന്നത് എന്നൊക്കെ അവർ വിഷമത്തിൽ പറയാട്ടോ. അപ്പോൾ സൂര്യ പറയണേ എന്താ ചേച്ചി ഈ ചോദിക്കുന്നത്? സൂര്യ, ഇനിയിപ്പോൾ ഹിമ വരാത്തത് കൊണ്ട് ഞാൻ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയതാണ്. അപ്പോഴത്തേക്കും താഴേക്ക് ഹരിത വരികയാണ്. അപ്പോൾ രഞ്ജിത്താണെങ്കിൽ ന്യൂസ് കാണുകയല്ലേ. അപ്പോൾ ഹരിത അങ്ങ് ഒച്ച എടുത്തുകൊണ്ട് പറയണേ, രഞ്ജിത്ത് എന്താ നീ കാണിക്കുന്നത്? ആ ടി വി ഒന്ന് ഓഫ് ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാട്ടോ. അപ്പോൾ രഞ്ജിത്ത് ടി വി ഓഫാക്കാൻ നിൽക്കുമ്പോഴാണ് ബ്രേക്കിംഗ് ന്യൂസ് വരുന്നത്. കുന്നുകുടി സ്ഥലത്ത് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കത്തിക്കരിഞ്ഞ നിലയിൽ കണ്ടെത്തി എന്ന് കേട്ടതോടുകൂടി രഞ്ജിത്ത് അങ്ങ് ഞെട്ടിപ്പോവാണ്. രഞ്ജിത്ത് ഹിമയുടെ ഡെഡ് ബോഡി അവിടെ കൊണ്ടുപോയി കത്തിച്ചതിനെ കുറിച്ചാണ് കേട്ടോ ആ ന്യൂസ് വന്നത്. ന്യൂസ് കേട്ടതോടുകൂടി എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവാണ്. അങ്ങനെ ഹിമയുടെ അച്ഛനും അമ്മയും ആ ന്യൂസിലേക്ക് തന്നെ ശ്രദ്ധിക്കുകയാണ് കേട്ടോ. അപ്പോൾ രഞ്ജിത്താണെങ്കിൽ ഒരു കള്ള നോട്ടം നോക്കുകയാണ് അവരേനെ. അങ്ങനെ ന്യൂസിൽ പറയുകയാണ്, മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന സ്ഥലത്താണ് ഒരു പെൺകുട്ടിയുടെ മൃതദേഹം കത്തിയമരുന്ന നിലയിൽ കണ്ടെത്തിയത്. പോലീസുകാർ അവിടെ വന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയാം കേട്ടോ. എത്രയും പെട്ടെന്ന് എന്താണ് എന്നുള്ള വിവരം അറിയാൻ കഴിയും എന്നൊക്കെ ന്യൂസിൽ പറയുന്നത് കേട്ടുമ്പോൾ എല്ലാവരും അങ്ങ് ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ ഹിമയുടെ അച്ഛനും അമ്മയൊക്കെ സങ്കടത്തോടു കൂടിയാണ് കേട്ടോ ഇനി ഞങ്ങളുടെ മോളാകുമോ എന്നുള്ള വിഷമത്തിലാണ് നിൽക്കുന്നത്. അവരുടെ ആ വിഷമം കാണുമ്പോൾ പത്മ പറയണേ, നിങ്ങൾ വെറുതെ ഇതൊന്നും കണ്ടിട്ട് വെറുതെ വിഷമിക്കാൻ നിൽക്കണ്ട, ഇത് ഹിമയൊന്നുമല്ല, എത്രയും പെട്ടെന്ന് നിങ്ങളുടെ അടുത്തേക്ക് വരും, നിങ്ങൾ വെറുതെ സങ്കടപ്പെടലേ എന്നൊക്കെ പത്മ പറയട്ടോ. അങ്ങനെ വേദയോട് പറയണ, മോളെ നീ ഞങ്ങളുടെ മോള് തിരിച്ചു വരാൻ വേണ്ടി പ്രാർത്ഥിക്കില്ലേ എന്നൊക്കെ പറയണ. അപ്പോൾ സൂര്യ പറയണ, എന്തായാലും അങ്കിളും ആൻറ്റിയും എത്രയും പെട്ടെന്ന് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലൈൻറ്റ് കൊടുക്കണം. അത് കേട്ടപ്പോൾ പെട്ടെന്ന് രഞ്ജിത്ത് അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. എന്നിട്ട് സൂര്യ പറയണ, ഞാനും കൂടി നിങ്ങളോടൊപ്പം വരാമെന്ന് പറയുമ്പോൾ അത് വേണ്ട, ഞങ്ങൾ പൊയ്ക്കോളാം മോനെ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടി അങ്ങ് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ അവരോടൊപ്പം സൂര്യയും നന്ദിനിയും ചെല്ലണ. എന്നിട്ട് നന്ദിനി പറയണ, ഞാൻ താനൂരമ്മയുടെ മുന്നിൽ വിളക്ക് കൊത്തിച്ച് പ്രാർത്ഥിച്ചോളാം, അച്ഛനും അമ്മയും വിഷമിക്കേണ്ട, ഉറപ്പായും ഹിമ തിരിച്ചു വന്നോളും, നിങ്ങളുടെ വിഷമം ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയണ. അങ്ങനെ അവർ രണ്ടുപേരും കൂടി പോലീസ് സ്റ്റേഷനിലേക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഹിമയുടെ അമ്മ ഇങ്ങനെ സങ്കടത്തോടു കൂടി അവരെ ഒന്ന് നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ സൂര്യ പറയാണ്, അതിന് പുറകെ മറ്റൊന്നായിട്ട് ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ നന്ദിനി. അപ്പോൾ നന്ദിനി പറയാം, അത് തന്നെയാണ് സാർ ഞാനും ചിന്തിക്കുന്നത്. അങ്ങനെ എന്നിട്ട് പത്മയും ഹരിതയും വേദയും ഇന്ദ്രജയും കൂടി സംസാരിക്കുകയാണ് കേട്ടോ. അപ്പോഴൊക്കെ രഞ്ജിത്ത് ന്യൂസിലേക്ക് തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്മ പറയണ, ഒന്നിന് പുറകെ ആയിട്ട് ഓരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, ഇപ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇവിടെ നാട്ടിലെ അവസ്ഥ എന്ന് പറയുമ്പോൾ ഹരിത പറയണ, അല്ല ഇനിയിപ്പോൾ ഹിമയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടാകുമോ അറിയില്ല എന്ന് അവർ പറയട്ടോ. അപ്പോഴാണ് ഇതാ ശ്രദ്ധിക്കുന്നത് രഞ്ജിത്തിനെ. രഞ്ജിത്താണെങ്കിലോ ഇതിനൊന്നും ഒരു ചെവി കൊള്ളാതെ ന്യൂസിൽ തന്നെ ശ്രദ്ധിക്കുന്നത് കാണുമ്പോൾ ഹരിതയ്ക്ക് അങ്ങ് ദേഷ്യം പിടിക്കാൻ കേട്ടോ. എന്നിട്ട് രഞ്ജിത്തിൻ്റെ കയ്യിലുള്ള റിമോട്ട് അങ്ങ് വാങ്ങിയിട്ട് ടി വി അങ്ങ് ഓഫാക്കുകയാണ്. നീ എന്തായി കാണിച്ചുകൊണ്ടിരിക്കുന്നത്? നീ എന്താ നാട്ടിലുള്ള കൊലപാതകത്തിൻ്റെ കണക്കെടുക്കാൻ പോവുകയാണോ? പത്മ പറയണ, ഹരിത നീ ഒന്ന് വെറുതെ ഇരുന്ന്, അല്ല ആൻറ്റി, ആ അച്ഛനും അമ്മയും ഇവിടെ വിഷമത്തോടു കൂടി ഇരിക്കുമ്പോൾ ഇവൻ ടി വിയിൽ തന്നെയാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണാവോ ഇവൻ ഇത്ര ടി വിയിൽ ശ്രദ്ധിക്കാനുള്ളത്? അപ്പോൾ രഞ്ജിത്ത് സോറി ആൻറ്റി എന്ന് പറഞ്ഞ് പത്മയോട് പറയണേ, ഇന്ന് ഷെയർ മാർക്കറ്റ് വളരെ ഡൗൺ ആണ്, അത് നമ്മൾ ബിസിനസ്സുകാർക്കല്ലേ അറിയാൻ കഴിയും, അത് എന്തുകൊണ്ടാണ് എന്നുള്ള കാരണം തേടിയിരിക്കുകയായിരുന്നു ഞാൻ, ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ് ഉള്ളതല്ലേ, ഇവൾക്ക് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞ് ഹരിതയെ ഒന്ന് നോക്കിയിട്ട് രഞ്ജിത്ത് അങ്ങ് പോവുകയാണ്. വേദ ടെൻഷനായിട്ട് നിൽക്കുന്ന സമയത്ത് ഇന്ദ്രജ വന്ന് ആശ്വസിപ്പിക്കുകയാണ്, മോളെ നീ ഇങ്ങനെ ടെൻഷൻ ആവാതിരിക്കുക, ഒന്നും സംഭവിക്കില്ല ഹിമയ്ക്ക്. അപ്പോൾ വേദ പറയണേ, എനിക്കെന്തോ വല്ലാത്ത പേടിയാവുന്നു ചേച്ചി, എന്തോ അരുതാത്തതെന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ എന്ന് പറഞ്ഞ് വേദ വിഷമിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വേദയുടെ ഈ സംസാരം രഞ്ജിത്ത് കേൾക്കുകയാണ്. എന്നിട്ട് രഞ്ജിത്ത് എന്താ നടക്കാൻ പോകുന്നത് എന്ന് കണ്ടോ എന്നുള്ള ഭാവത്തിലാണ് കേട്ടോ, ഒരു മൈൻഡ് ഇല്ലാതെ രഞ്ജിത്ത് അങ്ങ് പോവുകയാണ്. അങ്ങനെ ഹരിതയൊക്കെ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നുള്ള ടെൻഷനിലാണ് ഹരിതയും പത്മയും വേദയും ഇന്ദ്രജയൊക്കെ നിൽക്കുന്നത്. പിന്നീട് രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞ ശേഷം സൂര്യക്കാണെങ്കിൽ ഉറക്കം കിട്ടാതെ അച്ഛനെക്കുറിച്ച് ഓർത്ത് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ നന്ദിനിയൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. പെട്ടെന്നാണ് സൂര്യയുടെ പൊട്ടിക്കരയുന്ന ആ ഒരു സൗണ്ട് കേട്ട് നന്ദിനി പെട്ടെന്ന് ഉണരുന്നത്. അപ്പോൾ സൂര്യ ഇരുന്ന് കരയുന്നത് കാണുമ്പോൾ നന്ദിനി പെട്ടെന്ന് അങ്ങ് എണീറ്റ് ചെല്ലട്ടെ, എന്താ സൂര്യ സാർ, എന്താണ് ഇങ്ങനെ വിഷമിക്കുന്നത്, എന്താ എന്നെ വിളിക്കാതിരുന്നത്? അത് പിന്നെ നന്ദിനി, ഞാൻ എൻ്റെ അച്ഛനെ മഹാരാജാവിൻ്റെ സ്ഥാനത്താണ് കണ്ടിരുന്നത്, ആ അച്ഛൻ ഇന്നിപ്പോൾ ജയിലിലല്ലേ കിടക്കുന്നത്, എനിക്കത് ഓർത്ത് സഹിക്കാൻ കഴിയുന്നില്ല നന്ദിനി, ഒരു തെറ്റും ചെയ്യാത്ത അച്ഛൻ ഈ ഒരു അവസ്ഥ വന്നില്ലേ നന്ദിനി, എൻ്റെ അച്ഛൻ ഒരു പാവമാണ്, നീ കണ്ടിട്ടുണ്ടോ എൻ്റെ അച്ഛൻ ആരെയെങ്കിലും ചീത്ത പറയുന്നതോ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതോ ഒന്നും നീ ഇതുവരെയും കണ്ടിട്ടില്ലല്ലോ, എൻ്റെ അച്ഛൻ അത്രയ്ക്ക് പാവമാണ്, എല്ലാവരോടും സ്നേഹം മാത്രമാണ് എൻ്റെ അച്ഛനുള്ളത്, എന്നിട്ട് എൻ്റെ അച്ഛന് ഈ ഒരു അവസ്ഥ വന്നില്ലേ, എനിക്ക് പിന്നെ ഞാൻ തെറ്റ് ചെയ്യാറുണ്ട്, ഞാൻ ജയിലിൽ കിടന്നാലും ഒരു കുഴപ്പവുമില്ല, പക്ഷെ അങ്ങനെയല്ല എൻ്റെ അച്ഛൻ ഒരു പാവമാണ്, എന്നിട്ട് എൻ്റെ അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥ വന്നില്ലേ എന്ന് പറഞ്ഞ് നന്ദിനിയുടെ മുന്നിൽ വെച്ച് ഒരു പൊട്ടിക്കരയുകയാണ് കേട്ടോ. അപ്പോൾ സൂര്യയുടെ ആ സങ്കടം
കാണുമ്പോൾ നന്ദിനിക്ക് നല്ല വിഷമം വരികയാണ്. അങ്ങനെ നന്ദിനി സൂര്യയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ്. സൂര്യ സാർ ഇങ്ങനെ സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞ്